ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ എന്ന മോനി ഭോസ്ലെ കേരളത്തിലെത്തി. കോഴിക്കോട് ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് മൊണാലിസ എത്തിയിരിക്കുന്നത്. മൊണാലിസ ഇന്ന് രാവിലെ 10:30 കോഴിക്കോട്ടെത്തിയത്. സഹോദരനൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് വന്നത്. മൊണാലിസയുടെ ഗെറ്റപ്പ് അടിമുടി മാറിയിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ്, ബ്ലാക്ക് ജാക്കറ്റ് എന്നിങ്ങനെ അടിമുടി സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു മൊണാലിസ എയർപോർട്ടിൽ ഇറങ്ങിയത്. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത്. മൊണാലിസയുടെ ലുക്ക് മാറ്റം പലർക്കും ഇഷ്ടമായിട്ടില്ല. ആ കുട്ടിയുടെ സൗന്ദര്യം മൊത്തം കളഞ്ഞു. അന്ന് ആ വഴിയോരത്ത് കണ്ട തനി ഉത്തരേന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ത് ഭംഗിയായിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഈ കുട്ടിയെയും വരും ദിവസങ്ങളിൽ മലയാളി കൈയൊഴിയുമെന്നാണ് ചില കമന്റുകൾ. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണിതെന്നും ഇമേജ് തിരിച്ചുപിടിക്കാൻ കഴിച്ച ബുദ്ധിയാണെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണ്. ബോച്ചയുടെ ഈ പ്രവൃത്തി നിങ്ങൾക്കുണ്ടാക്കിയ എല്ലാ ചീത്തപ്പേരും മായ്ച്ചു കളഞ്ഞു. പാവപ്പെട്ട ഒരു മാല വിൽപ്പനക്കാരിയെ സഹായിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ നമിക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ആര് ഫേമസ് ആയി? ബോച്ചെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും. അവസാനം അത് വിനയാകാതിരുന്നാൽ മതി. വിദ്യാഭ്യാസത്തിൽ ഈ കുട്ടി കുറച്ചു പിറകിലാണെങ്കിലും വസ്ത്രധാരണയിൽ മാന്യത കാണിച്ചു. ഇവിടെയുള്ള അല്പവസ്ത്രധാരികൾക്ക് കൊടുത്ത മറുപടി ബോച്ചെ കലക്കി. കൃത്യമായി തന്റെ ബ്രാൻഡ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ബോച്ചയാണ് ഇന്നത്തെ താരം. നല്ല കാര്യം, ബോബിക്ക് സുബോധം വന്നു. ഇവരാണ് ഇതിന് അർഹ. ഇങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ. 15 ലക്ഷം പ്രതിഫലം നൽകിയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കേരളത്തിലെത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായിരിക്കും മൊണാലിസ എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കുംഭമേളയിലെത്തിയതോടെ മൊണാലിസയുടെ ജീവിതം മാറിമറിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടിയെ തേടി നിരവധി അവസരങ്ങളാണ് എത്തുന്നത്. ബോളിവുഡിൽ നടിയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് മൊണാലിസ. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. ചിത്രത്തിനായി പെൺകുട്ടിക്ക് 21 ലക്ഷം രൂപ പ്രതിഫലമായി ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് തുകയായി 1 ലക്ഷം രൂപ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി മോഡലിംഗ് അവസരങ്ങളും മൊണാലിസയെ തേടിയെത്തുന്നുണ്ട്. തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള കൊച്ചു സുന്ദരി കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു. പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. നിമിഷ നേരം കൊണ്ടാണ് മൊണാലിസയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയുടെ ഹൃദയം കീഴടക്കിയത്. അതേസമയം ഇനി ഉദ്ഘാടന വേദിയിൽ ഏത് രീതിയിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റമെന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഹണി റോസ് കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ബോബി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. ഇനി ഒരിക്കലും താൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തില്ലെന്ന് കേസിൽ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞിരുന്നു. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.